നമസ്കാരം. വാർത്തകളിലേക്ക്. 2025 തായ്വാനിൽ നടക്കുന്ന വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ സ്പോൺസറെ തേടുകയാണ് കാസർഗോഡ് പാക്കം സ്വദേശി ചന്ദ്രൻ. തെങ്ങുകയറ്റ തൊഴിലാളിയായ ഇദ്ദേഹം ശ്രീലങ്കയിലെ കൊളംബോയിൽ നടന്ന മാസ്റ്റേഴ്സ് മീറ്റിൽ വെങ്കല മെഡൽ നേടിയിരുന്നു. 5000 മീറ്റർ ഓട്ടത്തിലാണ് ചന്ദ്രൻ രാജ്യത്തിനായി മെഡൽ നേടിയത്. പതിനാറാം വയസ്സിൽ ജീവിത പ്രാരാബ്ധത്തെ തുടർന്നാണ് ചന്ദ്രൻ പഠനം നിർത്തി തെങ്ങുകയറ്റ തൊഴിലാളിയായത്. എന്നാൽ തന്നിലെ കായിക താരത്തെ ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. രാവിലെ ജോലിക്കിറങ്ങും. ജോലി കഴിഞ്ഞെത്തിയാൽ ബീച്ചിൽ പരിശീലനത്തിനിറങ്ങും. പതിയെ മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങി. ഒടുവിൽ കഷ്ടപ്പാടിന്റെ പ്രതിഫലവും ലഭിച്ചു. മാസ്റ്റേഴ്സ് മീറ്റിൽ മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി. എനിക്ക് ഇനിയൊരു ലക്ഷ്യമുണ്ട്. വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റ് തായ്വാനിൽ വെച്ച് നടക്കുന്നുണ്ട് അടുത്ത വർഷം. അതിൽ പോകാൻ എനിക്ക് 1.5 ലക്ഷത്തോളം രൂപയാവും. അപ്പോൾ സാമ്പത്തിക ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ അതിന് പോകാൻ ആരെങ്കിലും സഹായിച്ചാൽ എനിക്കൊരു വലിയ ഉപകാരമായിരുന്നു. നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പണം നൽകിയത്. അവരുടെ പ്രതീക്ഷകൾ ചന്ദ്രൻ തെറ്റിച്ചില്ല. വെങ്കല മെഡൽ ചന്ദ്രൻ കഴുത്തിലണിഞ്ഞപ്പോൾ ഒരു നാടിൻ്റെ ആകെ പ്രതീക്ഷകളാണ് പൂവണിഞ്ഞത്. അടുത്ത വർഷം തായ്വാനിൽ നടക്കുന്ന ടൂർണമെൻ്റാണ് അടുത്ത ലക്ഷ്യം. അതിനുള്ള ചെലവ് എങ്ങനെ കണ്ടെത്തുമെന്നറിയില്ല. അതിനായി ഒരു സ്പോൺസറെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ചന്ദ്രൻ. 24 കാസർഗോഡ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ കരട് പട്ടിക പുതുക്കി. ഇനി കണ്ടെത്താനുള്ളത് 119 പേരെയെന്ന ഔദ്യോഗിക കണക്ക്. 9 പേരുടെ DNA പരിശോധനാ ഫലം ലഭിച്ചതോടെയാണ് പട്ടിക പുതുക്കിയത്. ദുരിതബാധിതർക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം നാളെ ചേരും. വയനാട്ടിലെ ചൂരൽമലയിൽ നിന്നും വിപിൻ സി വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. വിപിൻ, ഗുഡ് മോർണിംഗ്. കൂടുതൽ DNA പരിശോധനകൾക്ക് ശേഷം കാണാതായവർക്കായുള്ള ആ പട്ടിക പുതുക്കിയിരിക്കുകയാണ്. പട്ടികയുടെ വിവരങ്ങൾ ഏത് തരത്തിലാണ്? അതോടൊപ്പം സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം നാളെ ചേരാനിരിക്കുകയാണ്. എന്തൊക്കെ വിഷയങ്ങളാണ് ഈ സമിതിയിൽ ചർച്ചയിൽ വരിക, വിപിൻ? ശ്രീലക്ഷ്മി, ഈ DNA പരിശോധന ശരീരഭാഗങ്ങളായാലും മൃതദേഹങ്ങളായാലും 401 DNA പരിശോധനാ ഫലങ്ങൾക്കാണ് അയച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യഘട്ടം ലഭിച്ചു തുടങ്ങി എന്നുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 128 പേരെയാണ് കാണാതായിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കാണാമറയത്തുണ്ടായിരുന്നത്. അതിൽ 119 ആ പട്ടിക ചുരുങ്ങിയിട്ടുണ്ട്. 9 പേരുടെ DNA പരിശോധനാ ഫലം ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ആരാണെന്നതിനെ സംബന്ധിച്ച് ഉപസമിതി ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുകയുള്ളൂ. ഒപ്പം തന്നെ ഈ ബാങ്കേഴ്സിന്റെ സംസ്ഥാനതല സമിതി നാളെ ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം ഈ സംസ്ഥാന സമിതി ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഇപ്പോൾ കേരള ബാങ്ക് മാത്രമാണ് ഈ മരിച്ചവരുടെയും ഈ ഇവിടെ വീടുകൾ നഷ്ടപ്പെട്ടവരുടെയും ഒരു വായ്പ എഴുതി തള്ളുന്ന കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടുള്ളൂ. മറ്റുള്ളവർ നിലപാടെടുത്തിട്ടില്ല. അപ്പോൾ അതിൽ എന്തായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് രീതിയിലുള്ള സഹായമായിരിക്കും ലഭിക്കുക എന്നുള്ളതൊക്കെ നാളത്തെ ബാങ്കേഴ്സ് സമിതി യോഗത്തിന് ശേഷം മാത്രമായിരിക്കും അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു യോഗവുമാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചൂരൽമലയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, അത് പൂർണ്ണമായി നശിച്ചു. ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച, ഒരു കുടുംബം, ചൂരൽമലയിൽ തന്നെ ഉള്ളവരാണ്, ഒരു കുടുംബം ഇവിടെ വന്ന് അവിടെ പ്രാർത്ഥിക്കുന്നതായിരുന്നു. ആ കുടുംബം ചേരുന്നു. എന്താ ചേട്ടാ, പേരെന്തായിരുന്നു? രവീന്ദ്രൻ. അപ്പോൾ ഇവിടെ തന്നെയാണോ വീടുണ്ടായിരുന്നത്? ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയൊക്കെ കൂടിയാണ് ഞങ്ങൾ. ക്ഷേത്രം കാണുമ്പോൾ ഒരു ഭയങ്കര വിഷമം. അപ്പോൾ അങ്ങനെ ഒന്ന് വന്ന് നോക്കിയതാ. പറയാൻ വാക്കുകളില്ല എനിക്ക്. ഞാൻ അമ്പലത്തിലെ വൈസ് പ്രസിഡൻ്റാണ്. പിന്നെ 4 വർഷത്തോളമായി അമ്പലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് മുതലും നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സഹിക്കുന്നില്ല, അതാ ഒരു പ്രശ്നം. ഒന്നുമില്ല, ആരുമില്ല. അപ്പോൾ ഒന്നും കാണാനുള്ളൊരു, നമുക്ക് ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും മനസ്സാകതായി പോവുക. താമസം ഞങ്ങൾ ഇവിടെ തന്നെ. ഞങ്ങൾ പോയിട്ടില്ല, എവിടേക്കും പോയിട്ടില്ല. ഞങ്ങൾ ചുരൽമലയിൽ തന്നെ നിൽക്കുന്നത്. അന്ന് മുതൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ എല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയതുപോലെ
ശ്രീലക്ഷ്മി, ഇതുപോലെ ഒരുപാട് വേദനയോടെയാണ് പലരും ഇവിടെ ഈ സ്ഥലം പിന്നീട് കാണാനായി വരുന്നത്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിരുന്നു രണ്ടുപേരും. ദിവസവും വന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണ്. ഇന്നിപ്പോൾ ക്ഷേത്രത്തിൻ്റെ എന്ന് പറയാൻ ഒന്നുമില്ല. ഈ ഒരു ആൽമരം മാത്രമാണ് ഇവിടെ ബാക്കിയായി നിൽക്കുന്നത്. അപ്പോൾ അവർ വീണ്ടും ഇന്ന് വന്ന് തൊഴുതും മടങ്ങുകയാണ്. ഒപ്പം തന്നെ ഈ ചൂരൽമലയെ സംബന്ധിച്ച് ഇപ്പോൾ തിരച്ചിൽ ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ സംഘം മാത്രമാണ് ഒരു തിരച്ചിൽ നടത്തുന്നത്. അത് സൂക്ഷ്മ പരിശോധന മാത്രമാണ് നടത്തുന്നത്. രേഖകളോ വിലപിടിച്ചുള്ള സാധനങ്ങളോ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഈ വെള്ളാർമല സ്കൂളിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത്. ഇന്നും ഒരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കും ഒരു തിരച്ചിൽ ഈ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ നടക്കുക. ശ്രീലക്ഷ്മി. ശരി വിപിൻ, ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ കരട് പട്ടികയാണ് പുതുക്കിയിട്ടുള്ളത്. ഇനി 119 പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റുള്ള 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അഖിൽ, ഗുഡ് മോർണിംഗ്. ഈ പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ ജില്ലകളിലാണ് മഴ കനക്കാൻ സാധ്യത, എന്തൊക്കെ തരത്തിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ നൽകുന്നത്? ശ്രീലക്ഷ്മി, സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായ മഴയുണ്ടാകും എന്നുള്ള കാര്യമാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നമ്മളെ അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായുള്ള മഴയ്ക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ മഴയോടൊപ്പം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലിനുമുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മോശം കാലാവസ്ഥയ്ക്കും അതുപോലെ തന്നെ ശക്തമായ തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ അവിടേക്കുള്ള മീൻപിടുത്തം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ കനക്കാനാണ് സാധ്യത. ഈ തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായി അടുത്തൊരു 5 ദിവസം സംസ്ഥാനത്ത് വ്യാപകമായി മഴയുണ്ടാകും എന്ന കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി, അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്നും. കൊച്ചി ഇടപ്പള്ളി ജംഗ്ഷനിൽ മെട്രോ തൂണിൽ കാർ ഇടിച്ചു കയറിയ അപകടം. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. അപകടത്തിന് പിന്നാലെ വാഹനത്തിൽ നിന്ന് പുക ഉയർന്നു. കാർ യാത്രക്കാരായ 3 പേർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓടിക്കൂടിയ നാട്ടുകാരാണ് കാർ ഉയർത്തിയത്. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ സൈക്കോ അനാലിസിസ് പരിശോധന നടത്താനുള്ള നടപടികൾ CBI ഇന്ന് തുടങ്ങും. ഇതിനായി ഡൽഹിയിൽ നിന്ന് CFSL സംഘം കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെത്തി. കേസിൽ കൂട്ടുപ്രതികളുണ്ടോ എന്നും ഗൂഢാലോചന ഉണ്ടോ എന്നും വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് പരിശോധനയെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. ക്രമസമാധാന നില സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഓരോ 2 മണിക്കൂറിലും ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. അതേസമയം ആശുപത്രികളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ബംഗാൾ സർക്കാർ നടപടികൾ തുടങ്ങി. വനിതാ ഡോക്ടർമാരുടെ ജോലി സമയം 12 മണിക്കൂറായി നിജപ്പെടുത്തുന്നത് അടക്കമുള്ള തീരുമാനങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ ചോദ്യം ചെയ്യൽ CBI ആസ്ഥാനത്ത് തുടരുകയാണ്. മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി BJP. ജില്ലാ കേന്ദ്രങ്ങളിൽ നാളെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. അഴിമതി നിരോധന നിയമപ്രകാരം സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. ഇതിനിടെ സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ബംഗളൂരുവിലെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. ഗവർണറുടേത് ഭരണഘടനാ വിരുദ്ധ നടപടിയാണെന്ന് ആരോപിച്ച് സംസ്ഥാന വ്യാപക ക്യാമ്പയിൻ നടത്താനാണ് കോൺഗ്രസ് തീരുമാനം. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്ഐയുടെ വിശദീകരണ യോഗം ഇന്ന് വടകരയിൽ. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടി ജില്ലാ സെക്രട്ടറി PC ഷൈജു ഉദ്ഘാടനം ചെയ്യും. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ അഡ്മിനായ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചതെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ റിബേഷിനെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി UDF രംഗത്തെത്തി. ഈ സാഹചര്യത്തിലാണ് വിശദീകരണ യോഗം നടത്താൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചത്. വൈകുന്നേരം 4 മണിക്കാണ് യോഗം. തനിക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്ന പരാതിയുമായി റിബേഷ് മുൻ MLA പാറക്കൽ അബ്ദുള്ളയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് UDF നാളെ വടകര റൂറൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തും.
ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ബ്രാഞ്ചിലെ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ പ്രത്യേക സംഘം നാളെ അന്വേഷണം ഏറ്റെടുക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജി ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. വടകര CI, SI ഉൾപ്പെടെ 10 പേരാണ് സംഘത്തിലുള്ളത്. ബാങ്ക് ശാഖ മുൻ മാനേജറും മേട്ടുപ്പാളയം സ്വദേശിയുമായ മഥ ജയകുമാർ 26 കിലോ സ്വർണം മോഷ്ടിച്ചെന്നാണ് കേസ്. താൻ തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും അവധിയിലാണെന്നും വിശദീകരിച്ച മഥ ജയകുമാർ വീഡിയോ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തീരുമാനം നാളെ. നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതിയിൽ നാളെ പരിഗണിക്കും. കമ്മിറ്റിക്ക് മൊഴി നൽകിയവർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് ആദ്യം നൽകണമെന്നാണ് രഞ്ജിനിയുടെ ആവശ്യം. ഇക്കാര്യം കോടതി പരിഗണിക്കുകയാണെങ്കിൽ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ലഭിക്കാൻ വൈകും. ഹർജി തള്ളുകയാണെങ്കിൽ നാളെ തന്നെ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യം സർക്കാർ പരിഗണിക്കും. മൈജി ഓണം മാസോണം സമ്മാന പദ്ധതിക്ക് തുടക്കം. 15 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 കാറുകൾ, 100 സ്കൂട്ടറുകൾ, 100 പേർക്ക് വിദേശയാത്ര, 100 പേർക്ക് റിസോർട്ടിൽ താമസം, 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് എന്നിവയാണ് സമ്മാനങ്ങൾ. വിജയികളെ കണ്ടെത്താനുള്ള ആദ്യ നറുക്കെടുപ്പ് കോഴിക്കോട്ട് നടന്നു. ചടങ്ങിൽ മൈജി ചെയർമാൻ AK ഷാജി പങ്കെടുത്തു. ഈ ഓണത്തിന് ആരും ഇതുവരെ നൽകാത്ത സമ്മാനങ്ങളാണ് മൈജി ഒരുക്കിയിട്ടുള്ളതെന്ന് AK ഷാജി പറഞ്ഞു. ഈ പ്രാവശ്യത്തെ ഓണം മൈജിയുടെ കസ്റ്റമേഴ്സിൻ്റെ കൂടെ മൈജി വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത്. 45 ദിവസം കൊണ്ട് 15 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു കാറ്, 2 ഇൻ്റർനാഷണൽ ട്രിപ്പ്, അതേപോലെ ഡൊമസ്റ്റിക് ട്രിപ്പ്, 5 ആക്റ്റീവ കാറുകളൊക്കെ നമ്മൾ ആദ്യത്തെ നറുക്കെടുപ്പായി ഇന്ന് കൊടുത്തിരിക്കുകയാണ്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞങ്ങളിതെല്ലാം കൊടുത്തിരിക്കുന്നത്. 45 ദിവസം കൊണ്ട് ഓരോ ദിവസവും 1 ലക്ഷം വീതം നമ്മൾ സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ നിരവധി മൊബൈൽ ഫോൺ, ലാപ്ടോപ്സ്, അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഈ ഓണത്തിന് വേണ്ടി കസ്റ്റമേഴ്സിന് ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് ആദിവാസി ഊരിലെ ചണ്ണയും കുടുംബവും. വീടിരുന്ന സ്ഥലത്ത് ഇനി താമസം സാധ്യമല്ലാത്തതിനാൽ സർക്കാരിന്റെ സഹായം തേടുകയാണ് ഈ കുടുംബം. ഉരുൾപൊട്ടൽ ഉണ്ടായി നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല അടുപ്പിൽ ഉന്നതിയിലെ ചണ്ണയ്ക്ക്. രോഗിയായ ഭർത്താവ് മാടമ്പിയെയും മുറുകെ പിടിച്ച് മുറ്റത്ത് ആ രാത്രി കഴിച്ചുകൂട്ടിയത് ഇപ്പോഴും പേടി സ്വപ്നം. അപ്പോൾ ഞങ്ങളിത് അറിയുന്നില്ല, ഉറക്കത്തിൽ അങ്ങനെ വേറെ പിള്ളേരായിട്ട് കൂട്ടി കേട്ടിട്ട് ഓടി വന്ന് പറഞ്ഞതാ. അതുവരെ ഞാൻ നല്ല ഉറക്കം. അപ്പോൾ എല്ലാവരും കൂടി കൂക്കിയും ബഹളമൊക്കെ ആറ്റി പിന്നെ എങ്ങോട്ട് പോന്നു. പിന്നെ ഞാളെ പുരൻ്റെ മുറ്റത്ത് തന്നെ നേരെ വേൾക്കട്ടെ അല്ലെങ്കിൽ ഊർന്ന് മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൾ അവിടെ തന്നെ നിന്നു. ഉന്നതിയിലെ 65 കുടുംബങ്ങളിൽ ഏതാനും പേർ ഇപ്പോഴും ബന്ധുവീടുകളിലാണ് കഴിയുന്നത്. അവിടെ പാർക്കാനാവില്ലേ, വലിയ പാറക്കെട്ട ഞാളെ പേരേൻ്റെ മേലുള്ളത്. ആ കാരണം ഞങ്ങൾ പേടിച്ചിട്ട് എപ്പോൾ ഞങ്ങൾ ഉറങ്ങുമ്പല്ലേ ഇത് എല്ലാം വരുന്നത്. ഞാനിങ്ങനെ ദൈവത്തിനെ വിളിച്ച് ഇങ്ങനെ ഒന്നും വരല്ലേ, ഞാളെയും കൂടി എടുക്കാൻ നോക്കുന്ന ആ വെള്ളവും പിന്നെ ഉരുൾപൊട്ടലെല്ലാം കൂടി ആയിട്ട് ഞാൾ പേടിച്ച് ഇങ്ങനെ പറക്കുന്ന ഓരോരോ മനുഷ്യന്മാർ. അപ്പോൾ കൂടി ഞാൾ ഇങ്ങോട്ട് ഓടി വന്നത്. കഴിഞ്ഞ 30-ന് പുലർച്ചെയാണ് വിലങ്ങാട് മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകളിൽ ഒരു ജീവൻ പൊലിയുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. നിരവധി പേർ വാടക വീടുകളിലും ബന്ധുവീടുകളിലും കഴിച്ചുകൂട്ടുകയാണ്. പുനരധിവാസം വൈകുന്തോറും ഇവരുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. സർക്കാർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വിലങ്ങാട് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ക്വാളിഫൈഡ് പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ കേരള ഗോൾഡൻ ജൂബിലി ആഘോഷം സുവർണ സംഗമം ക്യൂപിക്കോൺ 2024 കോഴിക്കോട് IMA ഹാളിൽ തുടക്കമായി. QPMBA കേരള പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ വഹാബ് പതാക ഉയർത്തി. തുടർന്ന് ഭാരതീയ ന്യായ സംഹിതയിൽ ഡോക്ടർമാർ അറിഞ്ഞിരിക്കേണ്ടത് എന്ന വിഷയത്തിൽ ഡോക്ടർ അബ്രഹാം മാമൻ പ്രഭാഷണം നടത്തി. വർത്തമാനകാലത്ത് ഡോക്ടർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ഡോക്ടർ ശങ്കർ മഹാദേവൻ മോഡറേറ്ററായി. ഡോക്ടർ അനീസ് അലി, N സുഭാഷ് ബാബു, അഡ്വക്കേറ്റ് ശ്യാം പത്മൻ, 24 സീനിയർ ന്യൂസ് എഡിറ്റർ അനുജ രാജേഷ്, ഡോക്ടർ P കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. 2 ദിവസത്തെ ക്യൂപിക്കോൺ 2024 ഇന്ന് സമാപിക്കും. ജൈവ കൃഷി കൊണ്ട് പിടിച്ചു നിൽക്കാനാകില്ലെന്ന് പറയുന്നവർ പാലക്കാട് വാണിയംകുളത്തെ കുഞ്ഞന്റെ കൃഷിയിടം വരെ ഒന്ന് വരണം. സമൃദ്ധിയുടെ അടയാളമാണ് ഇവിടെ. കർഷക ദിനത്തിൽ കുഞ്ഞന്റെ കൃഷിയിടത്തിലേക്ക്. ഇത് ശങ്കരനാരായണൻ എന്ന കുഞ്ഞൻ. പേര് കുഞ്ഞനെന്നെങ്കിലും ആള് ചില്ലറക്കാരനല്ല. ജൈവ കൃഷിയിൽ പച്ചപ്പന്തലൊരുക്കിയ കുഞ്ഞൻ നാടിന് മാതൃകയാണ്. നെല്ലും വാഴയും കയ്പയും പടവലനും പയറുമെല്ലാം കുഞ്ഞിൻ്റെ പറമ്പിലങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണാം. പാട്ടത്തിനെടുത്ത 1 ഏക്കർ നിലമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. 58-കാരനായ കുഞ്ഞിന് ശാരീരിക അവശതകളൊക്കെ ഉണ്ടെങ്കിലും കൃഷി ഇന്നും ഒരു ഹരമാണ്.
ആരും പരീക്ഷിക്കാത്ത വളരീതികളാണ് കുഞ്ഞന്റെ പ്രത്യേകത. മീൻവളവും മുതിരയും ശർക്കരയും തുടങ്ങിയ നാടൻ ജൈവവളങ്ങൾ ഉപയോഗിച്ച് പച്ചക്കറികളെ പാകപ്പെടുത്തും. മണ്ണിൽ വിയർപ്പൊഴുക്കി അവയിൽ നിന്ന് നല്ല വിളവ് കൊയ്യും. 10-25 കൊല്ലമായി ഞങ്ങൾ പച്ചക്കറി നടന്നു. നല്ല വിളവെടുപ്പ്. ഇതപ്പോൾ ഒരു 40-50 സെന്റ് ഉണ്ടാവും. ഈ കൈപ്പട ഉള്ളിൽ നിന്ന് ഒരു വിളവെടുപ്പിന് 50 കിലോ പച്ചക്കറി ഇറക്കുന്നുണ്ട്. 1.5 നെല്ല് അറവ്. ഓരോ ദിവസവും ഇടവിട്ടാണ് വിളവെടുപ്പ്. 50 കിലോയോളം പടവലനും 45 കിലോയിലധികം കൈപ്പക്കയും 15 കിലോയോളം പയറും 12 കിലോയോളം കുക്കുംബറും ഓരോ വിളവെടുപ്പിലും ശരാശരി ലഭിക്കും. കഴിഞ്ഞ 2 വർഷങ്ങളിലും പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അംഗീകാരവും കുഞ്ഞനെ തേടിയെത്തിയിരുന്നു. കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ആശ്വാസത്തുരുത്താണ് കുഞ്ഞന്മാർ. 24 പാലക്കാട്. പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്.